സാമ്പത്തികമായി വിജയിച്ചാൽ നമുക്ക് കിട്ടുന്ന 4 പ്രധാനമായ സുഖങ്ങളെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. ഇത് ശരിക്കും എല്ലാ മനുഷ്യരും അനുഭവിക്കേണ്ട ഒരു സുഖമാണ്. അപ്പോൾ സാമ്പത്തികമായി വിജയിച്ചാൽ നമുക്ക് കിട്ടുന്ന 4 സുഖങ്ങൾ. ഒന്ന്, നല്ല അടിപൊളി ഒരു ലൈഫ് സ്റ്റൈലായിരിക്കും. ഇപ്പം എൻ്റെ ഒരു സുഹൃത്തുണ്ട്, അദ്ദേഹം സാമ്പത്തികമായി സുരക്ഷിതനാണ്. അദ്ദേഹത്തിന് നമ്മൾ സ്മാർട്ട് മണിയിൽ പറയുന്ന പോലെ അദ്ദേഹത്തിന് ഒരുപാട് പാസീവ് ഇൻകം സ്ട്രീംസ് ഉണ്ട്. അപ്പോൾ അദ്ദേഹം എന്നും യാത്രയിലാണ്. അപ്പോൾ യാത്ര കഴിയുന്നു, ഇടയ്ക്ക് ബിസിനസ്സുകളിലൊക്കെ ജസ്റ്റ് സന്ദർശനം നടത്തുന്നു. അത് കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ നാട്ടിൽ പോകുന്നു, ഫാമിലിയോട് കൂടെ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യുന്നു, പിള്ളേരോട് കൂടെ പോകുന്നു. ഭയങ്കര രസമാണ് ലൈഫ്. വളരെ റൊമാൻറ്റിക്കായ ഒരു ഹസ്ബൻഡാണ്, നല്ല സ്നേഹമുള്ള അച്ഛനാണ്, മാതാപിതാക്കൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട മകനാണ്. അങ്ങനെ അടിപൊളിയായൊരു ജീവിതം. 8 മണിക്ക് രാവിലെ പോയി പഞ്ച് ചെയ്യണ്ട, അല്ലെങ്കിൽ 5 മണിക്ക് പഞ്ച് ചെയ്താലേ ഇറങ്ങാൻ പറ്റൂ എന്നില്ല. അപ്പം ഒരു ഫ്രീ ആയ ലൈഫ് സ്റ്റൈൽ, നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു ജീവിതമാണ് സാമ്പത്തികമായി വിജയിച്ചാൽ നമുക്ക് കിട്ടുന്ന ഒരു പ്രധാനമായ കാര്യം. രണ്ടാമത്തത് കോൺട്രിബ്യൂഷനാണ്. എനിക്ക് പണക്കാരോട് ഏറ്റവും ഇഷ്ടം തോന്നാനുള്ള കാരണം പാവങ്ങളെക്കാൾ ഏറ്റവും കൂടുതൽ സാമ്പത്തികമായി കോൺട്രിബ്യൂട്ട് ചെയ്യാൻ അവസരം കിട്ടുന്നത് പണക്കാർക്കാണ്. അപ്പം നമ്മുടെ ഒരു സുഹൃത്തുണ്ട്, അദ്ദേഹത്തിൻ്റെ അച്ഛൻ ചെറുപ്പത്തിലെ മരണപ്പെട്ടു പോയതാണ്. അപ്പോൾ അദ്ദേഹം അച്ഛനില്ലാത്ത കുറേ കുട്ടികൾക്ക് വേണ്ടി കുറേ സംവിധാനങ്ങൾ നടത്തുന്നുണ്ട്, കുറേ സംരംഭങ്ങൾ നടത്തുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം അതാണ്. അപ്പോൾ അദ്ദേഹം വളരെ കഷ്ടപ്പെട്ട് അച്ഛനില്ലാതെ വളർന്നു വന്നു, അങ്ങനെ പഠിച്ച് ഉഷാറായി. ഇന്ന് അദ്ദേഹത്തിന് നല്ല പൈസയുണ്ട്, ഒരുപാട് സമ്പത്തുണ്ട്. ഇന്ന് അദ്ദേഹത്തെ പോലെ അച്ഛനില്ലാതെ വളരുന്ന കുട്ടികൾക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നു. വേറൊരാളുണ്ട്, എനിക്ക് തോന്നുന്നു നിലമ്പൂർ ഭാഗത്താണ്, നല്ല പൈസക്കാരനാണ്. പക്ഷേ 250ഓളം കുട്ടികൾക്ക് എല്ലാ മാസവും അവർ വിദ്യാഭ്യാസത്തിന് ആവശ്യമായ എല്ലാ കാര്യങ്ങളും അദ്ദേഹം ചെയ്തു കൊടുക്കുന്നുണ്ട്. അതാരും അറിയില്ല. അത് അദ്ദേഹം ചെയ്യുന്ന ടീം മാത്രമേ അറിയുള്ളൂ. അപ്പം അദ്ദേഹത്തിൻ്റെ സമ്പത്ത് കൊണ്ട് എന്താ നേട്ടം? അദ്ദേഹത്തിന് സമ്പത്ത് കൊണ്ട് കിട്ടിയ ഏറ്റവും വലിയ നേട്ടമാണ് നല്ലോണം കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്നത്. എൻ്റെ ഒരു സുഹൃത്ത്, അവരുടെ അച്ഛൻ ചെറുപ്പത്തിലെ മരിച്ചു, അമ്മ വിധവയായി. അപ്പോൾ ഇന്ന് അദ്ദേഹത്തിന് കുറേ പൈസയുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഗ്രാമങ്ങളിൽ ഒരുപാട് വിധവകളായ സ്ത്രീകളുണ്ട്, അവരെ ഉന്നമനത്തിന് വേണ്ടി വർക്ക് ചെയ്യുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞത്, സമ്പന്നനായാൽ നമുക്ക് സമൂഹത്തിന് നമ്മിൽ നിന്ന് ആവശ്യമുള്ള കുറേ ആൾക്കാരുണ്ട്, വോളണ്ടിയറായി പോകാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, വോളണ്ടിയറായി പോകാൻ പറ്റും. ഇപ്പോൾ ഈ രോഗികളെ പരിചരിക്കുന്ന വിസിറ്റ് ചെയ്യുന്ന ഒരു സംവിധാനമുണ്ട്. ഈ സംവിധാനത്തിൽ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് രോഗികളെ സന്ദർശിക്കുകയും അവർക്ക് സൗജന്യമായി സേവനം ചെയ്ത് കൊടുക്കാൻ വേണ്ടി പോകുന്ന അതിസമ്പന്നന്മാരായ ആളുകളെ എനിക്കറിയാം. അപ്പോൾ സമ്പന്നനായ നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും. മൂന്നാമത്തെ ഒരു സുഖം എന്ന് പറഞ്ഞത്, നമ്മുടെ ഫുൾ പൊട്ടൻഷ്യലി നമുക്ക് ഗ്രോ ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പോൾ ഈ അടുത്ത് ഒരു നല്ല പൈസക്കാരൻ ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടി ഒരുങ്ങിയിരിക്കുകയാണ്. അദ്ദേഹം ഒരാളെ വെച്ചിട്ട് ഇംഗ്ലീഷ് പഠിക്കാം. അപ്പോൾ അങ്ങനെ വാക്ക് ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹം വേറെ കുറേ ഭാഷകൾ ട്രൈ ചെയ്യുന്നുണ്ട്. ഒരുപാട് ഭാഷകൾ അദ്ദേഹത്തിന് അറിയാം. ഇങ്ങനെ കുറേ കാര്യങ്ങൾ, കമ്പ്യൂട്ടർ അദ്ദേഹത്തിന് ഒന്നും അറിയില്ലായിരുന്നു, കമ്പ്യൂട്ടർ അദ്ദേഹം പഠിച്ചെടുത്തു. ഇങ്ങനെ നമുക്ക് ഫുള്ളി പൊട്ടൻഷ്യലായിട്ട് നല്ല ഉറക്കം കിട്ടാൻ വേണ്ടിയുള്ള കോഴ്സുകൾ അറ്റൻഡ് ചെയ്യുന്ന ഒരു ആളെ എനിക്കറിയാം. ഇങ്ങനെ നമുക്ക് ജീവിതത്തിൽ വളരാൻ എത്രമാത്രം വളരാൻ പറ്റുമോ അങ്ങനെ മാക്സിമം വളരാൻ ആവശ്യമായ എല്ലാ വിദ്യാഭ്യാസവും നേടാൻ നമുക്ക് സമ്പന്നനായാൽ സാധിക്കും. അപ്പോൾ അദ്ദേഹം കൂടുതൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു, കൂടുതൽ ഇഷ്ടപ്പെട്ട വിഷയം പഠിക്കുന്നു. അപ്പോൾ അതിൽ ഒരു സുഹൃത്ത്, അദ്ദേഹത്തിന് എവറസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ്, എവറസ്റ്റ്. അപ്പോൾ അദ്ദേഹത്തിന് എവറസ്റ്റിൻ്റെ ബേസ് ക്യാമ്പ് പോകണം. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ട്രെയിനിങ്ങുകൾ അറ്റൻഡ് ചെയ്ത് കൊടുക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഹെൽത്ത് ഫിറ്റായിക്കൊണ്ടിരിക്കുന്നു അതിനു വേണ്ടി. അപ്പോൾ ഇങ്ങനെ നമുക്ക് എത്രയും ഗ്രോ ചെയ്യാൻ, ഇൻഡിവിജ്വലി ഗ്രോ ചെയ്യാൻ നമുക്ക് സാധിക്കും സാമ്പത്തികമായി വിജയിച്ചാൽ. നാലാമത്തെ പ്രധാനമായ കാര്യം, സാമ്പത്തികമായി ഒരു ടെൻഷനും ഇല്ലാത്ത ഒരു ജീവിതം. നിങ്ങൾ നോക്കൂ, നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ എവിടെ ആയിക്കോട്ടെ, നല്ല ഒരു ശതമാനം പ്രശ്നങ്ങളുടെയും കാരണം സാമ്പത്തികമാണ്. അപ്പോൾ സാമ്പത്തികമായി ഇങ്ങനെ ഒരു ഫിനാൻഷ്യലി അബണ്ടൻ്റ് ആണെങ്കിൽ, സമൃദ്ധിയുള്ള പണം നമുക്കുണ്ടെങ്കിൽ നമുക്ക് ഒരു ടെൻഷനുമില്ല. കാരണം എല്ലാ വിഷയങ്ങളും നമുക്ക് സെറ്റിൽ ചെയ്യാൻ പറ്റും, എല്ലാ വിഷയങ്ങളും നമുക്ക് പരിഹരിക്കാൻ പറ്റും. അപ്പം ഈ 4 കാര്യങ്ങളാണ് സാമ്പത്തികമായി വിജയിച്ചാൽ നമുക്ക് കിട്ടുന്നത്. ഒന്ന്, നമുക്ക് ഇഷ്ടപ്പെട്ട അടിപൊളി ഒരു ലൈഫ് സ്റ്റൈല് നമുക്ക് കിട്ടും. 2, ആവശ്യമുള്ള കുറേ ആളുകളുണ്ട്, അവർക്ക് നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും. 3, ഇൻഡിവിജ്വലി നമുക്ക് ഒരുപാട് ഗ്രോ ചെയ്യാൻ പറ്റും.
4 സാമ്പത്തികമായ ഒരു പ്രയാസവുമില്ലാത്ത ഒരു ടെൻഷനുമില്ലാത്ത ഒരു ജീവിതം നമുക്ക് ലഭിക്കും. വീണ്ടും മറ്റൊരാശയവുമായി കാണാം. താങ്ക് യു വെരി മച്ച്.